കോൺഗ്രസിനെ പ്രകോപിപ്പിച്ച് വീണ്ടും മോദി സ്തുതിയുമായി ഡോക്ടർ ശശി തരൂർ MP. നരേന്ദ്രമോദി വ്യക്തിപ്രഭാവമുള്ള നേതാവ് എന്നാണ് തരൂരിന്റെ പ്രശംസ. മോദിയുടെ ഭരണകാലത്ത് കോൺഗ്രസിന്റെ നയങ്ങളിൽ നിന്ന് രാജ്യം ദേശീയതയിലേക്ക് മാറിയെന്നും ഡോക്ടർ ശശി തരൂർ പറഞ്ഞു. 2047 ഇന്ത്യ എന്ന വിഷയത്തിൽ ലണ്ടനിൽ നടത്തിയ പ്രഭാഷണത്തിലാണ് പരാമർശത്തിലേക്ക് ആദ്യം. As India engages strategically with an increasingly multipolar, immensely globalized and interdependent world. And of course, a sharp rightward swing in our politics, from the centrism, even left-of-centre politics of the Congress Party, to the far more muscular nationalism of the BJP, which places a premium on charismatic leadership and heavily centralized governance. ഇതിനിടെ ശശി തരൂരിനെതിരെ ആഞ്ഞടിച്ച് കെ മുരളീധരൻ രംഗത്തെത്തി. പാർട്ടിക്കുള്ളിൽ ശ്വാസം മുട്ടുന്നെങ്കിൽ പാർട്ടി വിടണം, ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കണമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഒരു ആരോഗ്യ സർവകലാശാല ഒഴികെയുള്ള ഒരു സർവകലാശാലയിലും സ്ഥിരം VC-മാരില്ല, ഇൻചാർജുകളാണ്. ഗവൺമെൻറ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. ഇങ്ങനൊരു അവസ്ഥ കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ഇതിൻ്റെയൊക്കെ ഒരു ദോഷമാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഫലമായി യൂണിവേഴ്സിറ്റികൾ കലാപഭൂമികളായി മാറുകയും അത് ഉന്നത വിദ്യാഭ്യാസത്തിനെ കേരളത്തിൽ സാരമായി ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. വിനീത VG വിശദാംശങ്ങളുമായി. വിനീത, തുടർച്ചയായി തന്നെ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഡോക്ടർ ശശി തരൂർ. ഇതിൽ കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കളുടെയൊക്കെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. മാണിക്യം ടാഗോറിന്റെ ഒരു എക്സിൽ വന്ന കുറിപ്പ് നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇതിനപ്പുറത്തേക്ക് ഹൈക്കമാൻഡിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഒന്നും വരാത്തത് എന്തുകൊണ്ടാണ്? ഇത്രയുമൊക്കെ ആയിട്ടും ഇതിലൊന്നും ഇടപെടേണ്ടതില്ല, കണ്ണടച്ചു പോകാം എന്നുള്ളതാണോ നിലപാട്? അനുജ, അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കടുത്ത നടപടിയിലേക്ക് നീങ്ങിക്കൊണ്ട് പാർട്ടിയെ വീണ്ടും ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് ഈ തരൂരിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡ് സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട്. നേരത്തെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂറുമൊക്കെയായി ബന്ധപ്പെട്ട് ശശി തരൂരിന്റെ ചില പരാമർശങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ശശി തരൂർ പ്രശംസിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. തൽക്കാലം ഈ തരൂരിന്റെ വിഷയത്തിന്മേൽ അത്തരത്തിലേക്ക് ഒരു കടുത്ത നടപടിയിലേക്ക് മുന്നോട്ട് പോയി അത് പാർട്ടിക്ക് തന്നെ വീണ്ടും ഒരു ഉണ്ടാക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് അതുകൊണ്ട് എത്തിക്കേണ്ട എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരു വിഭാഗം നേതാക്കൾ ഹൈക്കമാൻഡിനോട് തരൂരിന്മേൽ കടുത്ത നടപടിയെടുക്കണമെന്നൊക്കെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലേക്ക് ഒരു നടപടിയിലേക്ക് പോയി അത് പാർട്ടിക്ക് തന്നെ വീണ്ടും ഒരു തലവേദന ഉണ്ടാക്കണ്ട എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ഹൈക്കമാൻഡ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അധികം വൈകാതെ തന്നെ കേരളം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെയായി മുന്നോട്ട് പോകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡിന്റെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെയാണ് ഈ തരൂരിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റൊരു വലിയൊരു പ്രതികരണത്തിലേക്കോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികളിലേക്കൊന്നും തന്നെ ഹൈക്കമാൻഡ് പോകാത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അങ്ങനെ ഹൈക്കമാൻഡ് ഒരു നിലപാടുമായി മുന്നോട്ട് പോകുമ്പോഴും പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗം നേതാക്കൾക്ക് ഈ തരൂർ ഇങ്ങനെ തുടരെ ഉള്ള ഒരു പ്രതികരണം അത് കടുത്തൊരു പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ട്. ഇപ്പോൾ കെ മുരളീധരന്റെ അടക്കം പ്രതികരണവും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ശശി തരൂരിന് ഉണ്ട് എങ്കിൽ, അഭിപ്രായ വ്യത്യാസം ഉണ്ട് എങ്കിൽ അത് പാർട്ടിക്കുള്ളിലാണ് പറയേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതെങ്കിലും തരത്തിൽ കോൺഗ്രസിനുള്ളിൽ ശ്വാസം മുട്ടുന്നുവെങ്കിൽ ശശി തരൂർ പാർട്ടി വിട്ടു പോകണമെന്നും കെ മുരളീധരൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് നമ്മൾ തരൂർ